നമസ്കാരം. ബാംഗ്ലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞതിൽ പ്രതിഷേധിച്ച യുവാവ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഗർഭിണിയായ തന്റെ ഭാര്യയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ ഇറങ്ങിയതായിരുന്നു യുവാവ്. പക്ഷേ ഗവർണറുടെ വാഹന വ്യൂഹത്തിനായുള്ള ഗതാഗത നിയന്ത്രണത്തിൽ കാർ കുടുങ്ങി. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അരമണിക്കൂറോളം ട്രാഫിക്കിൽ കുടുങ്ങിയതോടെയാണ് യുവാവ് നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കേറിയ ഓൾഡ് എയർപോർട്ട് റോഡിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. കർണാടക ഗവർണറുടെ വാഹന വ്യൂഹത്തിന് കടന്നു പോകാനായി റോഡിൽ അരമണിക്കൂറിലേറെ നേരം പോലീസ് ബാരിക്കേഡുകൾ നിരത്തി ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിരുന്നു. ഇതോടെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് പോകാനിറങ്ങിയ യുവാവും ഗർഭിണിയായ ഭാര്യയും റോഡിൽ കുടുങ്ങി. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലത്താണ് VIP വേണ്ടി ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച യുവാവ് റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതിനിടെ റോഡിലിരുന്ന യുവാവിനെ മാറ്റാൻ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. തന്റെ ഭാര്യ ഗർഭിണിയാണെന്നും VIP സൗകര്യത്തിന് നൽകുന്ന പ്രാധാന്യം എന്തുകൊണ്ട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് നൽകുന്നില്ലെന്നും അദ്ദേഹം പോലീസുകാരോട് ചോദിച്ചു. ഒരു രാഷ്ട്രീയക്കാരന്റെ സമയത്തിന് എത്രത്തോളം മൂല്യമുണ്ടോ അത്രത്തോളം തന്നെ വിലപ്പെട്ടതാണ് ഒരു സാധാരണക്കാരന്റെ സമയവുമെന്ന് വാദിച്ചുകൊണ്ട് ഇയാൾ റോഡിൽ നിന്ന് മാറാൻ വിസമ്മതിച്ചു. മറ്റു വാഹനങ്ങളിൽ ഇരുന്നവർ യുവാവിന്റെ വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം വലിയ ചർച്ചയായി മാറി. VIP സംസ്കാരത്തിനെതിരെ കടുത്ത വിമർശനവുമായി നിരവധി പ്രമുഖരും സാധാരണക്കാരും രംഗത്തെത്തി. VIP സുരക്ഷയും സൗകര്യവും സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് രോഗികളുടെയും ഗർഭിണികളുടെയും ജീവനെ തന്നെ പണയപ്പെടുത്തിക്കൊണ്ടാകരുതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനം.